പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇന്ത്യക്ക് നേരെ ഒരു വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു. അതായത് നമ്മൾ വെള്ളം വിട്ടുകൊടുത്തില്ലെങ്കിൽ ഇന്ത്യയെ കയറി ആക്രമിക്കും. കാരണം അമേരിക്കയും ഇറാനും ഒക്കെ ആയിട്ടുള്ള പ്രശ്നം പരിഹരിച്ച രാജ്യമാണ് ഞങ്ങളുടെ മുമ്പിൽ നിങ്ങളൊന്നുമല്ല എന്നുള്ളൊരു വെല്ലുവിളിയാണ്. ഇത് സംഭവിച്ച് ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു ദിവസത്തിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം, പാകിസ്ഥാനിൽ ഒരു വലിയ ചാവേർ ആക്രമണം നടക്കുന്നു. അതായത് സ്ഫോടക വസ്തു നിറച്ച വാഹനം കൊണ്ട് ഇടിച്ചു കയറ്റി പട്ടാളക്കാരുടെ ക്യാമ്പ് അങ്ങ് തകർക്കുക. 3 ആർമി ഉദ്യോഗസ്ഥർ അപ്പം തന്നെ കൊല്ലപ്പെട്ടു. 3 ഈ അക്രമികാരികളെയും കൊന്നു എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ചെയ്തത് തെഹ്രിക്ക് താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന സംഘടനയാണ്. അപ്പോൾ ഇന്ത്യക്കെതിരെ വാഗ്വാദം അല്ലെ വെല്ലുവിളിയൊക്കെ മുഴക്കുമ്പോൾ അതിന് വേറൊരു തരത്തിൽ തിരിച്ചടി കിട്ടുന്നു. എന്താണ് പാകിസ്ഥാനിൽ സംഭവിക്കുന്നത്? ഇല്ല, ഇത് ഖ്വാജ ആസിഫ് പറഞ്ഞതിൻ്റെ തിരിച്ചടിയൊന്നുമല്ല അത്. ഖ്വാജ ആസിഫ് നേരത്തെ മുതൽ നമ്മുടെ മലയാളത്തിൽ വാപളപ്പൻ എന്ന് പറയുമല്ലോ, ലൂസ് സ്റ്റോക്ക്, അതിന് പേര് കേട്ട ആളാണ് ഖ്വാജ ആസിഫ്. അതുകൊണ്ട് ഖ്വാജ ആസിഫിനെ ആരും അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല. കാര്യം പുള്ളി ഡിഫൻസ് മിനിസ്റ്ററാണ്. ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ഒരുപാട് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് ഖ്വാജ ആസിഫ് പറഞ്ഞു. ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്ത ആൾ ചോദിച്ചു, വീഡിയോ എന്തെങ്കിലും റിലീസ് ചെയ്തതുണ്ടോ? പുള്ളി പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ വീഡിയോ ഉണ്ട്, നോക്കിക്കോ. അപ്പോൾ അത് അന്ന് വലിയ പരിഹാസത്തിനിടയാക്കി. കാരണം ഡിഫൻസ് മിനിസ്റ്ററാണ് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ വീഡിയോ നോക്കിക്കോ. അതായത് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കയ്യിൽ വീഡിയോ ഒന്നുമില്ല. നാട്ടുകാർ ചുമ്മാ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇഷ്ടം പോലെ വിമാനാപകടങ്ങളുടെ വീഡിയോ ഉണ്ടല്ലോ, അതിലേതെങ്കിലും എടുത്ത് കണ്ടോ എന്നാണ് പുള്ളി പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന ആളാണ് ഖ്വാജ ആസിഫ്. അതേസമയം അവർക്കൊരു പ്രശ്നമുണ്ട്, നമുക്കുമുണ്ട് പ്രശ്നം. ഇപ്പോൾ സിനിജി ശ്രദ്ധിച്ച് കാണും, എൽ നിനോ പ്രതിഭാസം എന്ന് പറഞ്ഞിട്ട് ഈ വർഷം മഴ കുറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അതെ. അപ്പോൾ മഴ നമുക്ക് മാത്രമല്ല, ഇന്ത്യ മൊത്തം കുറയുന്നു. മഴയ്ക്ക് ഇന്ത്യയും പാകിസ്ഥാനും ഒന്നുമില്ല. നമുക്കും കുറഞ്ഞു, പാകിസ്ഥാനും കുറഞ്ഞു, എല്ലാവർക്കും കുറഞ്ഞു. ലോകം മൊത്തം അതിൻ്റെ പ്രശ്നത്തിലാണ്. അങ്ങനെയാണ് യൂറോപ്പിൽ ഹീറ്റ് വേവ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇപ്പോൾ യൂറോപ്പ് ഭൂരിഭാഗവും സ്വിമ്മിംഗ് പൂളിൽ കിടക്കുകയാണ്, പുറത്തിറങ്ങാൻ നിർവാഹമില്ല, അങ്ങനത്തെ അവസ്ഥ. അപ്പോൾ വെള്ളമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനിടയ്ക്കാണ് നമ്മൾ ഈ IWT അബേയൻസിൽ വെച്ചത്. വാസ്തവത്തിൽ നമ്മൾ ക്യാൻസൽ ചെയ്തില്ല, പെൻഡിങ്ങിൽ വെച്ചു. അബേയൻസ് എന്ന് പറയും, ഇൻഡസ് വാട്ടർ ട്രീറ്റി. അതനുസരിച്ച് അതൊരു അൺഈക്വൽ ട്രീറ്റിയാണ്. നെഹ്റു അന്ന് കാണിച്ച ഒരു ഉദാരമനസ്കതയോ അല്ലെങ്കിൽ മണ്ടത്തരമോ, രണ്ടിലൊന്നാണ് അത്. 20% വെള്ളം നമുക്ക്, 80% വെള്ളം അവർക്ക്. 6 നദികൾ ചേർന്നാണ് സിന്ധു നദിയാവുന്നത്. ഈ 6ഉം ഉത്ഭവിക്കുന്നതും കുറേ ദൂരം ഒഴുകുന്നതും ഭാരതത്തിലൂടെ തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ അത് പാകിസ്ഥാനിൽ കയറുന്നു, പിന്നെ സിന്ധു നദിയാകുന്നു. അപ്പോൾ ഇതിൻ്റെ 80% വെള്ളം അവർക്കാണ്, 20 നമുക്കാണ് എന്ന് പറഞ്ഞെങ്കിലും 20 നമ്മൾ എടുക്കാറുണ്ടായിരുന്നില്ല. ഏകദേശം മുഴുവൻ തന്നെ പാകിസ്ഥാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പലവിധ അണക്കെട്ടുകൾ അത് ഇതൊക്കെ നിർമ്മിച്ച് പാതി വഴിക്കൊക്കെ ഇട്ടിട്ട് പോയ ഒരുപാട് കൺസ്ട്രക്ഷനുണ്ട് അവിടെ. അപ്പോൾ IWT അബേയൻസിൽ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനും തുടങ്ങി. മറ്റേ ഡാമിലെ ചെളി മാറ്റുക, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പാകിസ്ഥാന് മനസ്സിലായി ഈ സാധനം സീരിയസ് ആണ്. അപ്പോൾ അന്ന് പാകിസ്ഥാൻ പറഞ്ഞു, ഇൻഡസ് വാട്ടർ ട്രീറ്റി അബേയൻസിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു യുദ്ധപ്രഖ്യാപനമായിട്ട് ഞങ്ങൾ കാണുന്നു. വാർ ഡിക്ലറേഷൻ ആണ്. വി വിൽ ഡീൽ വിത്ത് ഇറ്റ് അക്കോർഡിംഗ്ലി എന്ന് അന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ പാകിസ്ഥാന് നമ്മളെ ആക്രമിക്കാൻ ഒരു കാരണം IWT ആയിട്ട് അന്നു മുതൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാന് സംഭവിച്ചത്, അവർ ഈ ഇറാൻ അമേരിക്ക സന്ധി സംഭാഷണം അവരാണ് നടത്തിയത് എന്ന് അവരവകാശപ്പെടുന്നു. ഈ സന്ധി കരാർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ അവരെ അഭിനന്ദിച്ചു. അവരെന്ന് പറഞ്ഞാൽ മൊത്തം ഇതിൽ ഇൻവോൾവായ ഖത്തർ, പാകിസ്ഥാൻ, അമേരിക്ക, ഇറാൻ, ഈ 4 രാജ്യങ്ങളെയും ഒരുമിച്ച് ഒരുപാട് പേര് അഭിനന്ദിച്ചു. അത് റഷ്യ, ചൈന, ജപ്പാൻ, ഇവരൊക്കെ. അപ്പോൾ ഇതിലൊക്കെ പാകിസ്ഥാൻ്റെ പേരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഞങ്ങളിപ്പോൾ വലിയ ആൾക്കാരാണ്.
വാസ്തവത്തിൽ ഇവരുടെ റോള് ഈ സന്ധി സംഭാഷണത്തിൽ ഇവരുടെ റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചായ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുക, മേശ തുടയ്ക്കുക, ഇതിനുമൊക്കെ ആൾ വേണമല്ലോ. അതെ. അപ്പോൾ അയാൾ ഈ സന്ധി സംഭാഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അയാൾ മേശ തുടച്ച് ചായയും ബിസ്ക്കറ്റും പരിപ്പൂടെയൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇത് സംഭാഷണം നടന്നത്. വാസ്തവത്തിൽ ഖത്തറാണ് ഇതെല്ലാം ചെയ്ത് ഈ ടേംസൊക്കെ സംസാരിച്ച് രണ്ടു വശത്തും. ഇപ്പോഴും അത് സക്സസ് ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും അവിടെ അടി നടക്കുകയില്ലേ. അതെ. ഇറാൻ ഹോർമൂസിലടിക്കുന്നു, അമേരിക്ക തിരിച്ചടിക്കുന്നു, എന്തും ആയിക്കോട്ടെ. പഴയ ജാതി വലിയ ലാർജ് സ്കെയിൽ ആക്രമണങ്ങളില്ല. അപ്പോൾ പാകിസ്ഥാന് അവർ വലിയ ആൾക്കാരാണെന്നൊരു തോന്നൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ സത്യമുണ്ട്. ഇതൊക്കെ പറഞ്ഞ് മേശ തുടയ്ക്കാനാണെങ്കിൽ വിളിച്ചല്ലോ. നമ്മളാണെങ്കിൽ പോവുമോ? നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ പോലും നമ്മൾ പോവില്ല. നമ്മൾ ആ ഡിസ്പ്യൂട്ടിൽ ഇടപെടുകയില്ല. കാരണം ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് ദോഷമേ വരുള്ളൂ. ഖത്തർ നിവൃത്തികേട് കൊണ്ട് ഇടപെടുകയാണ്. പാകിസ്ഥാൻ പേരെടുക്കാനായിട്ടും പിന്നെ അവരൊരു മുസ്ലിം രാജ്യമായതുകൊണ്ടും ഒക്കെ ഇടപെടാൻ അവർക്കുണ്ടായിരുന്നു. നമ്മൾ അതിനൊന്നും പോയില്ല. നമ്മൾ ന്യൂട്രലായിട്ട് നിന്നു. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ വിചാരിക്കുന്നു അവർക്ക് ഇന്ത്യയെ ആക്രമിക്കാൻ പറ്റും. അത് വലിയ ദോഷം ചെയ്യും. അതോടെ പാകിസ്ഥാൻ തന്നെ ഇല്ലാതെയാകും, അല്ലെങ്കിൽ തകർന്നു പോകും എന്നുള്ളത് ബോധമുള്ളവരൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതില്ല, അവർ ഈ പറഞ്ഞ ഖ്വാജ ആസിഫിൻ്റെ വഴിയിലാണ് പോകാൻ പോകുന്നതെങ്കിൽ അനിവാര്യമായ നാശം സംഭവിക്കും. അല്ലെ, അവിടുത്തെ തിങ്ക് ടാങ്ക് എന്നൊക്കെ അവർ പറയുന്നുണ്ട്, ഇങ്ങനെ ഇന്ത്യയെ കയറി വെറുതെ പ്രകോപിപ്പിക്കരുത്, ഇന്ത്യയുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ ശക്തിയൊക്കെ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് കണ്ട. പക്ഷേ വീണ്ടും ഖ്വാജ ആസിഫ് ഇത്തരം കാര്യം പറയുന്നു. ആസിം മുനീർ ഇങ്ങനെ പറയില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ എന്തെങ്കിലും പറയാം, സൈനിക മേധാവിയാണെങ്കിൽ പറയില്ല. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഇവിടെ ഈ പറയുന്ന ചാവേർ ആക്രമണം ഉണ്ടാകുന്നല്ലോ. ഈ പട്ടാള ക്യാമ്പിനെ ആക്രമിക്കുന്നു. ഈ തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്ന സംഘടന ഇപ്പോഴും അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. ഇവർക്കൊക്കെ ഇന്ത്യയുടെ പിന്തുണയുണ്ടെന്നാണല്ലോ എപ്പോഴും പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ഉണ്ടാവാം, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ജീവിക്കേണ്ടത്. അപ്പോൾ നമ്മളതിനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം. ഇതൊന്നും ഓപ്പണായിട്ട് ആരും സമ്മതിക്കില്ല. എന്നാൽ പാകിസ്ഥാന് പോലും ഈ കാര്യങ്ങളിൽ ഇന്ത്യക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതല്ലാതെ അവരുടെ കയ്യിലൊരു തെളിവോ സംഗതിയോ ഒന്നും തന്നെയില്ല. ബലൂചിസ്ഥാനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നു, അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ആയുധങ്ങൾ കൊടുത്തിട്ടല്ല, ഭക്ഷ്യവസ്തുക്കളും മെഡിസിൻസ് അത് ഇതൊക്കെ ആയിട്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മൾ നല്ല ബന്ധത്തിലാണ്. അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പാകിസ്ഥാനെ അസ്വസ്ഥതപ്പെടുത്തുന്നുമുണ്ട്. പാകിസ്ഥാൻ അകത്തുനിന്ന് വലിയ പ്രശ്നത്തിലാണ്. ഇപ്പോൾ അവരുടെ പഞ്ചാബ് പ്രവിശ്യ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഭരണകൂടത്തിനെതിരായിട്ട് നിൽക്കുന്നു. ബലൂചിസ്ഥാൻ, സിന്ധ്, പിന്നെ ഈ POJK എന്ന് പറയുന്ന പ്രദേശം, ഇതൊക്കെ എല്ലാം ഭരണകൂടത്തിന് എതിരാണ്. ഇത് കൂടാതെ ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ചിരിക്കുകയാണല്ലോ നമ്മുടെ ഇമ്രാൻഖാൻ. ഇമ്രാൻഖാൻ്റെ ആൾക്കാർ അവരും അസംതൃപ്തരും. അവർ പലതവണ സമരം ബഹളം ഒക്കെ നടത്തിയതാണ്. അപ്പം അങ്ങനെ ഇൻറ്റേർണലി പാകിസ്ഥാൻ വളരെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഇന്ത്യയുമായിട്ടുള്ളൊരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അന്തഛിദ്രം കുറഞ്ഞു കിട്ടും എന്നൊരു വിദൂരമായ മോഹമുണ്ട്. അത് അങ്ങനെ മോഹിക്കേണ്ടെന്ന് ബലൂച്ച് ആർമി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇന്ത്യയെ കയറി ചൊറിഞ്ഞ് ഇന്ത്യ നിങ്ങളെ അടിക്കുമ്പോൾ ഞങ്ങൾ കൂടെ നിൽക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങൾ ഇന്ത്യയുമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി, ഞങ്ങളുടെ ബലൂച്ച് ആർമി ചെയ്യാനുള്ളത് ചെയ്തിരിക്കും. ഇത് തന്നെ POKയിലെ ആൾക്കാരും പറയും. ഇന്ത്യയെ കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കേണ്ട, ഇന്ത്യയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നവരാണ് എന്നുവരെ പറഞ്ഞു. നല്ലൊരു വിഭാഗം അതിനകത്തൊരു കൺഫ്യൂഷനുണ്ട്. ഒന്ന് ആസാദ് കാശ്മീരായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹമുള്ളത്, വേറൊന്ന് ആസാദ് കാശ്മീർ എന്ന് പറഞ്ഞാൽ POK മാത്രം ഒരു സ്വതന്ത്ര രാജ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ലോക്ക്ഡ് കൺട്രി അല്ല. ഇപ്പോൾ പുറത്തിറങ്ങാൻ വഴിയില്ല. ഒരു വശത്ത് പാകിസ്ഥാൻ, മറുവശത്ത് ഇന്ത്യ, ഒരു കഷ്ണം ചൈനയുമായിട്ട് തൊട്ട് കിടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു രാജ്യത്തിന് നിലനിൽക്കാൻ പ്രയാസമാണ്. ബട്ട് സ്റ്റിൽ അവർ അങ്ങനെ സ്വപ്നം കാണുന്നവരുണ്ട്. പക്ഷേ വലിയൊരു വിഭാഗം ഇന്ത്യയുമായിട്ട് ലയിക്കുക, അതാണ് നല്ലത് എന്ന് വിചാരിക്കുന്നവരൊക്കെയുണ്ട്. പാകിസ്ഥാൻ്റെ ഭാഗത്ത് ആരുമില്ല എന്നുള്ളതാണ് സത്യം.
അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടൊരു യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ പഴയതിലും കഷ്ടമായി പോകും പാകിസ്ഥാൻ്റെ സ്ഥിതി. ഇപ്പം തന്നെ ഈ ചാവർ സ്ഫോടനം ഉണ്ടായി. അപ്പോൾ പ്രതിരോധ മന്ത്രി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ചാവർ സ്ഫോടനത്തിന് പിന്നിൽ ഇപ്പോൾ എന്തെങ്കിലും അവിടെ അക്രമം ഇന്ത്യക്കെതിരായിട്ടൊക്കെ നടത്തി കഴിഞ്ഞാൽ, ഇന്ത്യയെ വെല്ലുവിളിച്ചാൽ അജ്ഞാതൻ വന്ന് തീർത്തു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുമായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന പ്രതിരോധ മന്ത്രിയും അജ്ഞാതൻ്റെ ഒരു നിഴലിലാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൂടെ? അങ്ങനെ പറയാം. കാരണം ആദ്യം ഈ വാർത്ത അജ്ഞാതന്മാർ ചെയ്തു എന്ന് പറഞ്ഞാണ് പുറത്തു വന്നത്. പിന്നെ പതുക്കെ പതുക്കെ ഇതൊരു ഊഹം മാത്രമാണ് ഇപ്പോഴും. TTPയുടെ വർക്കാണിത്. TTP തന്നെ അവരുടെ ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽ 2 വിഭാഗമുണ്ട്. അതിനകത്തെ ഒരു വിഭാഗമാണ് ഈ ചാവേർ ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. TTP പറഞ്ഞിട്ടൊന്നുമില്ല, ഇല്ല അവരാണ് ചെയ്തതെന്നൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് ഇങ്ങനെയാണ് അതെന്ന് പറയുന്നു. ഇപ്പോഴും ആർക്കും കൃത്യം ഉറപ്പൊന്നുമില്ല. അതൊരു അജ്ഞാതമായ സാധനം തന്നെയാണ്. ഈ ഖ്വാജ ആസിഫ് ഇങ്ങനെ വായി തോന്നൊക്കെ പറയുന്ന രാഷ്ട്രീയക്കാരൻ എന്നുള്ള ഒരു പ്രിവിലേജ് വെച്ചിട്ടാണ്. പക്ഷേ ഈ ഭരണകൂടം ഈ ഖ്വാജ ആസിഫിനെ അത്ര വലിയ സപ്പോർട്ട് ചെയ്തില്ല. നേരത്തെയും ഇതുപോലെ സമയത്തൊക്കെ വായി തോന്നൊക്കെ പറഞ്ഞെങ്കിലും ആരും വലിയ കാര്യമായിട്ട് ആ രാജ്യത്ത് പോലും എടുത്തില്ല. അതുകൊണ്ട് ഖ്വാജ ആസിഫ് തീർന്നാൽ തീരോട്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവിടുത്തെ ഭരണകൂടം. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അയാൾ ആ അഡ്മിനിസ്ട്രേഷൻ്റെ പാർട്ടാണ്. ആസിം മുനീറിന് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യം ഇയാളെ കൊണ്ട് പറയും. പിന്നെ ആസിം മുനീറും ഇത് പറയാൻ മോശക്കാരൊന്നുമില്ല. ആസിം മുനീറിൻ്റെ ഒരൊറ്റ പ്രസംഗത്തെ തുടർന്നാണ് പഹൽഗാം സംഭവവും പിന്നെ ഓപ്പറേഷൻ സിന്ദൂറും ഒക്കെ ഉണ്ടാകുന്നത്. ഹിന്ദു സിവിലൈസേഷനെ തീർത്ത് കളയും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അപ്പോൾ ആസിം മുനീറും പലരുടെയും ടാർഗറ്റിലുണ്ടാവും. ആസിം മുനീർ ഒരുപക്ഷെ ലോകരാജ്യങ്ങളിൽ ഏറ്റവും അധികം പേടിക്കേണ്ട ഒരു വ്യക്തി ആസിം മുനീറാണ്. അങ്ങേരെ പേടിക്കണം എന്നല്ല, അങ്ങേര് സ്വയം പേടിക്കണം. ബിക്കോസ് പാകിസ്ഥാനുള്ളിൽ തന്നെ ഇത്രയധികം ഒരു ജനരോഷം പട്ടാളത്തിന് നേർക്കുള്ള ഒരു സമയവും ഉണ്ടായിട്ടില്ല. കാരണം എത്ര ഗ്രൂപ്പുകളാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബലൂച്ച് ആർമി മുതൽ ഇമ്രാൻഖാൻ്റെ ആൾക്കാർ വരെ, പിന്നെ പട്ടാളത്തിനുള്ളിലെ ഷിയ ജനറൽസ്, ഇവർക്ക് ഇത്രയും പേർക്ക് വെറുപ്പുള്ള ഒരു ക്യാരക്ടറാണ് ആസിം മുനീർ. അപ്പോൾ അതുകൊണ്ട് ആസിം മുനീർ ഖ്വാജ ആസിഫിനെ കൊണ്ട് പറയിച്ചതുമാകാം, നീ ഒന്ന് പറഞ്ഞു നോക്ക് എങ്ങനെ വരുന്നു റിയാക്ഷൻ നോക്കാം. പക്ഷെ നമ്മളതിനോട് റിയാക്ട് ചെയ്തിട്ടുമില്ല. ശ്രദ്ധിച്ചു, നമ്മളുടെ ഒഫീഷ്യൽ പ്രതികരണം നമ്മൾ ഗൗരവമായിട്ട് അത് എടുത്തിട്ടേ ഇല്ല. അപ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ പ്രതികരിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട, നിന്നെയൊക്കെ ഞങ്ങളുടെ അജ്ഞാതൻ വാച്ച് ചെയ്യുന്നുണ്ട് എന്നൊരു അർത്ഥം കൂടെ ഉണ്ടല്ലേ നമ്മളുടെ മൗനത്തിൽ? അല്ല എന്ന് ഞാൻ പറയില്ല കേട്ടോ, അങ്ങനെ ഒരർത്ഥമൊന്നും ഇല്ലാതെ.